മഞ്ജൂസ് ഫുഡി സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ബിണ്ടി മസാലയാണ്. ബിണ്ടി മീൻസ് വെണ്ടക്കായാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അതുപോലെയുള്ള പലഹാരങ്ങളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക, അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ബിണ്ടി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം വെണ്ടക്കായാണ്. വെണ്ടക്കായ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും നനവില്ലാത്ത രീതിയിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ കോട്ടൺ തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുക്കണം. അതുപോലെ തന്നെ വെണ്ടക്കായ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം മൂപ്പില്ലാത്ത ടെൻഡർ വെണ്ടക്കായ തന്നെ എടുക്കുക. പിന്നെ ഇത് കട്ട് ചെയ്യുന്നത് കുറച്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. ചെറിയ പീസായി കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കറിയില്ല, അത് ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് കുറച്ച് സൈസുള്ള പീസായിട്ട് കട്ട് ചെയ്യാൻ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ടയുള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നോർമൽ മുളക് പൊടി വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീര പൗഡർ. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ജീരകത്തിൻ്റെ പൊടി മസ്റ്റാണ്. ജീരപ്പൊടിയൊക്കെ ചേർത്ത് വരുമ്പോഴാണ് ഈ ഒരു കറിക്ക് അതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലേഡീസ് ഫിംഗർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്, നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെണ്ടക്കായുടെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. ഒന്ന് വെണ്ടക്കായ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ചുങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു പരുവാവണ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആവാറായിട്ടുണ്ട്. വെണ്ടക്കായുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ ഓയിലിൽ തന്നെയാണ് ഇതിലേക്കുള്ള ബാക്കിയുള്ള മസാലകളും റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് 1-2 പീസ് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് കറുവപ്പട്ട, 2 പീസ് ഏലക്കായ, അതേപോലെ 2 പീസ് ഗ്രാമ്പു. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മുളകിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കറിക്ക് നന്നായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 4 അല്ലി ഗാർലിക്ക് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഇതിലേക്ക് ഏതാണ്ട് 1 ഇഞ്ച് നീളം വരുന്ന ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ഏതാണ്ട് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉണ്ട്. നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് സവാള കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടിക്കോളും. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് സവാളയ്ക്കൊക്കെ നല്ലൊരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ എരിവേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം. ഇത് കറിക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് താല്പര്യമില്ലെങ്കിൽ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി,
ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയിലെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഇതിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന തൈര് ചേർത്തിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയ്ക്കാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ശരിക്കും ഒരു തിക്ക് മസാല ആയിട്ടാണ് ഇത് ചെയ്തെടുക്കാറ്. ഇപ്പോൾ നമുക്കിത് കറി പോലെ വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ആ ഒരു ബൗളിൽ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ചോറിനൊക്കെ ഒഴിച്ചു കറിയായിട്ടും വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു സമയത്ത് എരിവും ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. 1/2 ടീസ്പൂൺ കൂടി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങി. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടക്കായ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് അല്പം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എരിവും പുളിയും എല്ലാം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഒരു ലിഡ് വെച്ചിട്ട് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7 to 8 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെണ്ടക്കായ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ വെണ്ടക്കായുടെ ഉള്ളിലേക്കൊക്കെ മസാല നല്ലതുപോലെ ആയി കിട്ടും. ഇപ്പോൾ ഇത് 8 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലൊരു തിക്ക് മസാലയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം കസൂരി മേത്തി, ഇത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതും കൂടി ചേർത്താലാണ് ആ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ബിണ്ടി മസാലയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അല്പം ഇതുപോലെ കയ്യിലിട്ടിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിണ്ടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടക്കായ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സീ യു അഗൈൻ. ബൈ ബൈ.